ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഈ പകൽ ഈ ഉപവാസപ്രാർത്ഥനയിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഒരുപക്ഷെ നിങ്ങളിത് പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ ആത്മപകർച്ചയുടെ ഒരു മീറ്റിംഗ് ആയിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ അന്തരംഗത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു പകലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ വ്യക്തിയാകുവാൻ, ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയാകുവാൻ, ഒരു നല്ല മനസാക്ഷിയുടെ ഉടമയാകുവാൻ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ എന്ന പദവിയോടെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവ മക്കൾ എന്ന പദവി എടുത്ത് നമ്മൾ ആമേൻ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ദൈവമക്കൾ എന്ന പദവി എടുക്കുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി ഉള്ളവരാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ജീവിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ നന്നായി ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, മനസ്സിലായോ? നമുക്ക് ജീവിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ നന്നായി ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ദൈവ പൈതൽ എന്ന പദവിയോടെ ജീവിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും കറങ്ങി തിരിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല. ദൈവ പദവി എന്ന ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട്, ആമേൻ, വചനമാകുന്ന വാളെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൃപയോടുകൂടി ജീവിക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് നമ്മൾ ചിലതൊക്കെ വെടിയേണ്ടി വരും, ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം, ചിലതൊക്കെ മാറ്റിവെക്കണം. അങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ചാൽ മാത്രമേയാണ് ഒരു ദൈവ പൈതൽ എന്ന പദവി നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുണ്ട് പലരെ കുറിച്ചും മരണശേഷം ഒത്തിരി വലിയ സാക്ഷ്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നു, മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കൊണ്ട് വലിയ സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് ഒരു പ്രയോജനവും ഇല്ല, ഇല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുന്നവരായിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നാം കർത്താവിന്റെ പൈതൽ, ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി എന്ന പദവി, ആമേൻ, നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോഴാണ് നല്ല സാക്ഷ്യമുള്ളവരായി നാം തീരേണ്ടത്. Praise the Lord. Hallelujah. Amen. കർത്താവിന്റെ വചനം പറയുന്നു 70 അല്ലെങ്കിൽ 80, ഇനി അല്ലെങ്കിൽ പോട്ടെ എത്ര വയസ്സ് വരെ നമുക്ക് ദൈവം തരുന്നത് നമ്മൾ ജീവിക്കുക. പക്ഷെ ആ ജീവിക്കുന്ന കാലം, ഹല്ലേലൂയ, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടൊത്ത് നടന്നതുപോലെ ഈ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ദൈവത്തോടൊത്ത് നടക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമോ? ഹല്ലേലൂയ. അതിന് നല്ല സാക്ഷ്യമുണ്ടായിരിക്കണം. ഹാനോക്കിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ, നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ, ആമേൻ, ദൈവത്തോടൊത്ത് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ, ദൈവ പാദപീഠത്തിൽ ദൈവിക ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഹാനോക്ക് നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹാനോക്കിനോടൊപ്പം നടന്നെന്നല്ല, ഹാനോക്ക് ദൈവത്തോടൊത്തു നടന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവത്തോടൊപ്പം നടക്കേണ്ടവരാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിത അനുഭവം അല്ലെങ്കിൽ ജീവിത രീതികൾ എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയും, എന്താണ് നമുക്ക് മറുപടി ഇല്ലാത്തത്? ഞാൻ ചോദിക്കുക, ഇന്ന് പകൽ നമ്മൾ 100% ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായാണോ ജീവിക്കുന്നത്? വിശുദ്ധിയുള്ളവരായാണോ നാം ജീവിക്കുന്നത്? പ്രാർത്ഥനയുള്ളവരായാണോ നാം ജീവിക്കുന്നത്? ദൈവസന്നിധിയിൽ കരുണയുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് എപ്പോഴും വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. ആമേൻ, നിന്റെ വഴി തുറക്കുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടി ആരാധിക്കും.
പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എൻ്റെ നിന്റെ ഹൃദയത്തെ ഒന്ന് തൊടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജീവിക്കുന്നവരായിട്ടല്ല, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, ഈ അല്പകാലം നീ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയ നിഷ്കളങ്കതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥനയുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോന്ന് ഈ പകൽക്കാലം ചിന്തിക്കുന്ന ഒരാരാധനയായി ഇതിനെ സ്വർഗം മാറ്റുകയോ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വയം ഒന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ലേഖനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരാധിക്കുവാൻ വന്ന നമ്മൾ ഈ ദൈവത്തെ പാടി സ്തുതിച്ച ഈ നാവ് കൊണ്ട് ഈ 2 മണിക്കൂർ മുമ്പ് വരെ എന്തെല്ലാം പറഞ്ഞിട്ടാ വന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് നല്ല സാക്ഷി ഇവിടെ ഉണ്ടാകണം. നല്ല സാക്ഷി ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരണം. ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യമല്ല, മാറ്റത്തിന്റെ, രൂപാന്തരത്തിന്റെ ആമേൻ നല്ല സാക്ഷ്യം ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. സക്കായി യേശുവിനെ കാണുവാൻ മരത്തിന്റെ മുകളിൽ കയറി. സക്കായി ഇരുന്ന ഇടത്തേക്ക് യേശു നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാ. നിന്റെ മാറ്റത്തിനായി, നിന്റെ രൂപാന്തരത്തിനായി, നിന്റെ വിടുതലിനായി, നിന്റെ ആമേൻ സകല ആമേൻ നിരൂപണങ്ങളും നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിന് മാറ്റിയെടുക്കുന്ന പകലോ, ഇന്ന് പകൽ ഞാൻ നിന്റെ വീട്ടിലോ. പ്രൈസ് ദി ലോർഡ്. സക്കായിക്ക് രൂപാന്തരം വരിക. സക്കായിക്ക് യേശു ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ തൊട്ട് ഹൃദയത്തിന് ഭയങ്കര പിടപ്പുണ്ടായി. ഹല്ലേലൂയ. ആ പോകുന്ന വഴിയിൽ യേശുവിനോട് പറയുക, കർത്താവേ, ഞാൻ വല്ലതും ചതിവായി അധികം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി മടക്കി കൊടുക്കുക. ഇതാണ് രൂപാന്തരം. പ്രൈസ് ദി ലോർഡ്. നീ രൂപാന്തരപ്പെടാതെ ഇവിടെ ഇരുന്ന് കൈയടിക്കരുത് കേട്ടോ. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലെ, നിന്റെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും കൊടുക്കൽ വാങ്ങലിലും നിനക്ക് മാറ്റം വന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടബ ശതനാരഗതന റിഖാനവരബ. സക്കായി പറയുക, 4 ഇരട്ടിയായി ഞാൻ മടക്കി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആരും വിരലി ഉണ്ടത്തില്ല. പക്ഷെ നമ്മൾ സ്വയം ചിന്തിച്ചോണം, എനിക്കൊരു മാറ്റം വേണം. ഈ പ്രഭാതം വരെ ഞാനായിരുന്ന എൻ്റെ സംസാര രീതികൾക്കൊരു മാറ്റം വേണം. ഹല്ലേലൂയ. ശകാരത്തിന് ശകാരവും കോപത്തിന് കോപവും പകരം കൊടുക്കാതെ കണ്ട് ഹല്ലേലൂയ വ്യത്യസ്തതയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം സഹോദര സഹോദരി നിന്നോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ കാലഘട്ടത്തില് ജാതികൾ എങ്ങനെയും ജീവിക്കട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നവർ, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല, പോട്ടെ, ദൈവമക്കളെ പിടിക്കാം. ഗ്ലോറി ടു ഗോഡ്. ബാക്കിയൊക്കെ അഡ്രസ് കൂടിയതാ, നോ പ്രോബ്ലം. പക്ഷെ എവിടെയെങ്കിലും നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് നല്ല ദേവദാസന്മാരെ കാണാൻ പറ്റും, നല്ല സുവിശേഷ വേലക്കാരെ കാണാൻ പറ്റും. പക്ഷെ ഈ കാലഘട്ടത്തിൽ പൗലോസ് പറയുക, ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ നാമം ദുഷിപ്പിക്കുന്ന എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, കർത്താവിന്റെ വചനം എടുത്ത് നടക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ ഇടയിൽ ആമേൻ കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നവരായിട്ട് ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇന്ന് പകൽ ദൈവസഭയോട് പരിശുദ്ധാത്മാ പറയുക, ഗ്ലോറി ടു ഗോഡ്, നമ്മളിൽ ഒരു മാറ്റം വന്നേ മതിയാവൂ. ഹല്ലേലൂയ. ദൈവവേലക്കാരെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെടുവാൻ കഴിയാതെ, ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ പറ്റാതെ നാം ഓരോരുത്തരും ഞെരുങ്ങി മാറിപ്പോകുമ്പോൾ ഇന്ന് പകൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന്
ആരാധിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമുക്ക് സാക്ഷ്യം വേണ്ടിയത് ആദ്യം നമ്മുടെ വീട്ടിനകത്ത്. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് സാക്ഷ്യമുണ്ടെങ്കിൽ നാട്ടിൽ നിനക്ക് സാക്ഷ്യം തന്നെ വരും. നിന്റെ വീട്ടിനകത്ത് നിനക്ക് സാക്ഷ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് മകൻ നിന്റെ വീടിനകത്ത് നിനക്ക് സാക്ഷ്യമുണ്ടോ? നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ, നിന്റെ ഭാര്യയുടെ മുമ്പിൽ, നിന്റെ മക്കളുടെ മുമ്പിൽ, നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, നിന്റെ സഭയുടെ മുമ്പിൽ, നിന്റെ ദൈവദാസന്റെ മുമ്പിൽ നിനക്ക് സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണോ നീ കർത്താവിനെ സേവിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് സാക്ഷ്യം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ മക്കളെ പഠിപ്പിക്കുക. സൺഡേ സ്കൂളിൽ പോകുമ്പം പാസ്റ്ററിനോട് ഒന്നും പറയില്ല കേട്ടോ, ആൻറ്റിയോടൊന്നും പറയരുത്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒന്നും പറയരുത്. നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വരുന്ന കള്ളം അവരെ ആദ്യം പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പേരൻസ് പഠിപ്പിക്കുക, ആരോടും പറയല്ലേ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒന്നും. വീട്ടിനകം തുറന്ന പുസ്തകമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്. രഹസ്യ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കരുത്. ഹല്ലേലൂയ. കോപ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കരുത്. ഹല്ലേലൂയ. അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന ആ നാവ് കൊണ്ട് അന്യായം പറയരുത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന നിന്റെ ഓഫീസിനകത്ത് നിനക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിനക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നീ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നോ അവിടെ നിനക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല സാക്ഷ്യമുണ്ടെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ ചോദിക്കും, നിനക്ക് എന്താണ് പ്രത്യേകത, നീ എന്താണ് ചെയ്യുന്നത്, നീ എവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഞാൻ നിന്റെ കൂടെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാക്ഷ്യമില്ലെങ്കിൽ കിട്ടത്തില്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽ നമുക്ക് വേണ്ടത് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരണം. ഹല്ലേലൂയ. ക്ഷമിക്കുന്ന, സഹിക്കുന്ന, സമാധാനമുള്ള, സ്നേഹത്തിന്റെ ഒരു വ്യക്തിയായി ഞാൻ നിങ്ങൾ തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയോ. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മിൽ മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ വീടിന് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പറയും അവർക്ക് അമ്മേ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയും നീ നിന്നെ തന്നെ മാറ്റാതി, എന്നിട്ട് നീ അവനെ മാറ്റാൻ നോക്കേ. പ്രൈസ് ദി ലോർഡ്. അമ്മേ നമ്മൾ അങ്ങോട്ട് വരലി കൊണ്ടുമ്പോൾ ബാക്കി 4 വരലി ഇങ്ങോട്ട് വരലി കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാമാണ് മാറേണ്ടത്, നാമാണ് മാറേണ്ടത്. സഹോദര സഹോദരി, ഞാനും നിങ്ങളുമാണ് മാറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും മാറുമ്പോൾ വീട്ടിനകം സമാധാനം കൊണ്ട് നിറയും. ഇന്ന് പകൽ വിശ്വസിക്കുവാൻ പറ്റുമോ? നല്ല സാക്ഷ്യത്തിന്റെ ഉടമയാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന് നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ, ആമേൻ. ദൈവനാമം പറയുന്നവരെ പിടിച്ചു കെട്ടി അധികാരികളുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ജോലിയായിരുന്നു തനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. അധികാരപത്രം വാങ്ങി നടക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ദമാസ്കസിന്റെ പടിവാതുക്കൽ വെച്ച് ഹല്ലേലൂയ തന്റെ മേലൊരു വെളിച്ചം വീണു. ഹല്ലേലൂയ. കൂടെ ഉണ്ടായിരുന്നവർ വെളിച്ചം കണ്ടു, ശബ്ദം കേട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. വിളിയുള്ളവനാ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടവന് മാറ്റം വന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകര് കർത്താവിനെ കണ്ടു എന്ന് പറയും. നീ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു മാറ്റം ഉണ്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. നീ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമായിട്ടല്ല, പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ വെച്ച് മാറിയെന്നാ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അനാസിന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ പത്രോസ് എന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, അല്ലേ, അവിടെ വെച്ച് കണ്ണിലെ ചെതുമ്പൽ മാറി. ആമേൻ. അവിടെ 3 ദിവസം പാർത്ത് താൻ ദമാസ്കസിലേക്ക് മടങ്ങി വരിക. എന്താണ്? യേശുവാണ് കർത്താവെന്ന് പറയുവാൻ. ഹല്ലേലൂയ, ആമേൻ. അന്ന് താൻ ഒരു സാക്ഷ്യം എഴുതി ആ സാക്ഷ്യം അന്ത്യം വരെയും കാത്തു. ഹല്ലേലൂയ,
ഇടയ്ക്ക് വെച്ച് നമ്മളെ പോലെ സ്വഭാവം മാറിയില്ല. എവിടെ വെച്ച് യേശുവിന്റെ ദൃഷ്ടി അവന്റെ മേൽ വീണോ അന്ന് തന്റെ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടുകൂടി ഉപേക്ഷിച്ചു. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവവേലക്കാരുടെ രാഗവും മാറത്തില്ല, മോഹവും മാറത്തില്ല. രാഗവും മോഹം വെച്ചുകൊണ്ട് ഒത്തിരി രീതിയിലുള്ള രാഗമോഹങ്ങളുണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഈ രാഗവും മോഹവും ഈ ജഡത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ പൗലോസ് അങ്ങനെയുള്ള ദൈവമക്കളെ കർത്താവിന് പ്രിയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ ജീവിതം നയിക്കുമ്പം ഇച്ചിരി കാലമേ ഉള്ളൂ. ഹല്ലേലൂയ. കരുണ കിട്ടി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നതാ. ആമേൻ. അപ്പൊ നമ്മുടെ ഈ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ വിടാൻ നമുക്ക് പറ്റുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ആ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ഒക്കെ വിടണം. ആ പ്രിയനെ അകത്ത് കയറ്റിയിരുത്തണം. പുറമെ ആമേൻ പരിച്ഛേദനയല്ല വേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന ഇന്ന് പകൽ നമുക്ക് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ആ രാഗമോഹങ്ങളെ യേശുവിന്റെ ക്രൂശോട് കൂടി മരവിപ്പിച്ചതുകൊണ്ട് ഹല്ലേലൂയ ആ തിമോഥെയോസിനോട് പറയുക, എന്റെ നിര്യാണകാലം അടുത്തു, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ കിരീടം എനിക്ക് ലഭിക്കും. എനിക്കും നിങ്ങൾക്കും ആ പ്രാഗൽഭ്യമുണ്ടോ? നിത്യതയുടെ വാതിൽ കാണുമെന്ന് ഉണ്ടോ? ഇവിടെ കിടന്ന തുള്ളിച്ചാടിയത് കൊണ്ട് നിത്യതയുടെ വാതുക്കൾ ചെല്ലത്തില്ല. ദൈവത്തിലെ നിത്യതയുടെ വാതുക്കൾ ചെല്ലണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യനുണ്ടല്ലോ, ആമേൻ, പവിത്രമായ ആ മനുഷ്യനെ നീ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ അങ്ങുകൊണ്ട് എത്തിക്കുവാൻ തക്കവണ്ണം പിശാചിനോടും മനുഷ്യരോടും പോരാടി നീ നിത്യതയുടെ ലാക്കിലേക്ക് ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞ, ജീവിക്കുവാൻ എളുപ്പമാ, നന്നായി ജീവിക്കുവാൻ വലിയ പ്രയാസമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാശുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം, കാശില്ലെങ്കിൽ നമ്മൾ ഞെരുങ്ങി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിത്യതയിൽ ചെന്നെത്തണമെങ്കിൽ ഈ ജീവിതമെന്നുമല്ല, പരിശുദ്ധാത്മാവിൽ ജാഗരിച്ച് ആത്മാവിന്റെ വചനവുമായി നിത്യതയിലേക്ക് കടക്കുവാൻ വിശുദ്ധ മന്ദിരത്തെ സൂക്ഷിച്ചുകൊണ്ട് നീ ഒരു യാത്ര ചെയ്യുന്നു എങ്കിൽ ഈ യാത്രയിൽ നീ സക്സസ് ആകും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു മന്ദിരമാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന മന്ദിരമാ, ഇല്ലേ? ഹല്ലേലൂയ. ഈ മന്ദിരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. ഈ മന്ദിരം വിശുദ്ധമായി സൂക്ഷിക്കാതെ എങ്ങനെയും അശുദ്ധിയോടെ ജീവിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ എനിക്കും നിങ്ങൾക്കും നിത്യത കിട്ടുകയില്ല. ഇന്ന് അതാണ് ഞാൻ പറഞ്ഞു, ഒന്ന് ചിന്തിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അല്പസമയം ഇവിടെ വന്ന് പാടുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്ന് ഓർത്താണോ? അല്ല, അതുക്കും മീതെ നമുക്ക് പ്രത്യാശ വെച്ചിരിക്കുന്ന ആ നങ്കൂരം പിടിച്ചുകൊണ്ട് നമ്മൾ ഓടുമ്പോൾ അപ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവിങ്കലെടുക്കപ്പെടുവാൻ, ആ നിത്യത കൈവശമാക്കുവാൻ ആ ലാക്കിലേക്ക് നോക്കി വേണം നമ്മൾ ഓടുവാൻ. ഓടുന്നവർ അനേകരാണെങ്കിലും ഓട്ടക്കളത്തിൽ ജയിക്കുന്നവർ ചുരുക്കമാണ്. ഇന്ന് പകൽ ഓടുന്നവരുടെ കൂട്ടത്തിലോട്ട് ഓടി ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഓടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്കൊരു മാറ്റം സംഭവിച്ചേ മതിയാവൂ, നമുക്കൊരു രൂപാന്തരം സംഭവിച്ചേ മതിയാവൂ. നമ്മുടെ നിരൂപണങ്ങൾക്ക്, നമ്മുടെ പ്രവർത്തികൾക്ക് നമ്മൾക്ക് മാറ്റം സംഭവിച്ചേ മതിയാവും.
അപ്പോസ്തലനായ പൗലോസ് ആമേൻ തൻ്റെ ആ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് തന്നെ സന്ദർശിച്ചപ്പോൾ താൻ ഒരു സ്നേഹ നിലമായി മാറി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 5:14 ഇങ്ങനെ പറയുന്നു, അവൻ ഒത്തിരി സ്വഭാവ സവിശേഷതകൾ അപ്പോസ്തലനായ പൗലോസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:14 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എന്ന് പൗലോസ് പറയുക. ഹല്ലേലൂയ. അത് തനിക്ക് വെളിപ്പെട്ടത് എവിടെയാ? ആ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവിടെ വച്ച് യേശുവിന്റെ സന്ദർശനം ഉണ്ടായപ്പോൾ അതിനോട് മർദ്ദലിക്കാതെ കണ്ട് അതിനു വിധിയപ്പെടുത്തി പൗലോസ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന ദൈവവേദനയില് നാം ദൈവിക ദൂതുകൾ കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, അഭിഷിക്ത ദാസന്മാരുടെ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇന്ന് പകൽ നമ്മുടെ അകത്താണ് രൂപാന്തരം സംഭവിക്കേണ്ടത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനല്ല, നമ്മുടെ അകത്തെ മനുഷ്യന് മാറ്റങ്ങൾ സംഭവിച്ചേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പൗലോസ് ആമേൻ തൻ സ്നേഹമായിരുന്നു, സ്നേഹം കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു പുസ്തകം തന്നെ താൻ എഴുതി. ഏതാണ്? 1 കൊരിന്ത്യർ 13-ാം അധ്യായം താനെ ആമേൻ ഒരു സ്നേഹത്തിന്റെ അധ്യായമായി എഴുതിയത് അവിടെ ഇല്ലേ? സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, ചിലങ്ങുന്ന ചെമ്പോ കൈത്താളമോ ഒക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ് ഒരു അധ്യായം അവിടെ കുറിച്ചു. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്ന ദൈവവൈതലേ, എന്റെയും നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹം ഒഴുകാറുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. നാം സ്നേഹം നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താവിനെ, മക്കൾക്ക് അല്ലെങ്കിൽ തിരിച്ച് നമ്മളത് കൊടുക്കാറുണ്ടോ? ഹല്ലേലൂയ. ഉണ്ടോ? നമ്മൾ വേണമെങ്കിൽ അടുത്ത വീട്ടിൽ സ്നേഹം പകരും. അടുത്ത വീട്ടിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കും. ഇന്ന് പോലെ വീടിനകത്ത് ഹല്ലേലൂയ നമ്മുടെ സ്നേഹം എങ്ങനെയാ? വീടിനകത്ത് നമ്മുടെ സംസാരം എങ്ങനെയാ? വീടിനകത്ത് നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാ? ഹല്ലേലൂയ. വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടു പഠിക്കണമെങ്കിൽ നമ്മുടെ വീടിനകത്തായിരിക്കണം മാതൃകയാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളറിയാം, കുഞ്ഞുങ്ങൾ വിദ്യാലയത്തിൽ പോകുന്നു, പക്ഷെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ വീടിനകവാ. വീടിനകത്തു നിന്നാണ് അവർ സകലതും പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവവചനവുമായിട്ട് ദൈവവചനം എടുത്ത് പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ഞാനും നിങ്ങളും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാകണമെങ്കിൽ ആദ്യ വീടിനകത്ത് മാതൃകയുള്ളവരായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും ചിന്തിച്ചുകൊണ്ടിരിക്കരുത് എന്തൊക്കെ മാറണമെന്ന് പരിശുദ്ധാത്മാവിടെ വിട്ടോളൂ, അത് അങ്ങ് മാറിയാ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേൾക്കും, പക്ഷെ മാറാൻ നമുക്ക് പാടാം ഇല്ലേ? മാറത്തില്ല. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ മാറത്തില്ല, ജഡം മാറത്തില്ല, ജഡത്തിന്റെ ഇഷ്ടങ്ങൾ തീരത്തില്ല. ജഡം എന്നും നമ്മളോട് വാദിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജഡത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആത്മാവിനോട് വിരോധമായിട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഇഷ്ടം വേറെ, ജഡത്തിന്റെ ഇഷ്ടം വേറെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവേദന എന്ന് പറയുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യേണ്ടിയവരല്ല, ആത്മാവിന്റെ ഇഷ്ടം ചെയ്യേണ്ടിയവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് എന്ത് പറയുന്നു അത് ചെയ്യാനായിരിക്കണം നമുക്ക് ഉത്സാഹം ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് സ്നേഹം കൊടുക്കാൻ, പൗലോസ് കാരാഗൃഹത്തിൽ പറയുന്ന ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നമ്മുടെ യേശുവിനെ പോലെ സന്തോഷം, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അനേകം മക്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ
നമ്മോട് ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി ഭാഗങ്ങൾ, ആമേൻ, 14 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഉണ്ടായ ഒരു സന്ദർശനമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? നമ്മളെപ്പോഴും പറയും മറ്റവരുടെ സാക്ഷ്യം, ആ സാക്ഷ്യം, ഈ സാക്ഷ്യം. അവരുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണം. ദൈവം അവരെ വിടുവിച്ചു. ദൈവം വിടുവിച്ച സാക്ഷ്യമല്ലാതെ നമ്മുടെ വീട്ടിനകത്ത് നമ്മെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? എല്ലാവരും സൈലന്റ് ആവും. അതാ ഞാൻ പറയാം, ആദ്യമേ പറഞ്ഞത്, തുള്ളിച്ചാടി ആരാധിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മെ കുറിച്ച് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽവക്കക്കാർ എന്ത് സാക്ഷ്യം പറയും? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിലുള്ളവരെ കുറിച്ച് നമ്മുടെ പാസ്റ്ററിന് എന്ത് സാക്ഷ്യം പറയാൻ പറ്റും? ഹല്ലേലൂയ. ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു നല്ല സാക്ഷ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അത് പോരാ, നമ്മൾ മാറ്റിയെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സാക്ഷ്യം, ഹല്ലേലൂയ. ആമേൻ. ചിലരുണ്ട് സ്നാനപ്പെട്ടെന്നേ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ എങ്ങനെയാ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തുന്നത്? ഇവിടുത്തെ കാര്യമല്ല, ഞങ്ങളുടെ അവിടെയുണ്ട് സ്നാനം. അവിടെ വെച്ച് സ്നാനപ്പെട്ട് നാട്ടിൽ വരുമ്പോ ആർക്കു വേണ്ടിയാ സ്നാനപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനപ്പെട്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയണം, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ജലസ്നാനമെടുത്ത് അവന്റെ കൽപ്പന ഞാൻ അനുസരിച്ചു. പിന്നെ എന്ത് സാക്ഷ്യം വേണ്ടേ? കർത്താവേ, ഇങ്ങനത്തെ അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം, എല്ലാം കർത്താവ് കൊടുക്കണം. വാ തുറന്ന് ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാന്ന് പറയാൻ പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അയ്യോ, അപ്പം വീട്ടുകാരെ എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ സ്നേഹിക്കുന്നവൻ കർത്താവിനേക്കാൾ അധികം ഒന്നിനെ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടുകാരെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഒന്ന് സ്നേഹിക്കേണ്ടെന്നല്ല ഈ മെസ്സേജിന്റെ അർത്ഥം. കുഞ്ഞെ, എല്ലാത്തിനും അതിരുണ്ട്. ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം ഒന്നിനുമില്ല. നിന്റെ കർത്താവ് കാൽവരിയിൽ നിനക്ക് വേണ്ടി മരിച്ചവനോ, എന്നാൽ ഈ ഭൂമിയിലെ ഒരു വ്യക്തിയും നിനക്ക് വേണ്ടി മരിക്കുകയില്ല. അതാണ് കർത്താവിന്റെ സാക്ഷ്യം. എന്റെയും നിന്റെയും വിടുതലിന് വേണ്ടി കാൽവരിയിൽ തന്റെ രക്തം അവൻ ഊറ്റി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള സകല മാനുഷിക ചിന്തകൾക്കും പരിമിതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനേക്കാൾ അധികമായി ഒന്നിനെയും ഈ ഭൂമിയിൽ സ്നേഹിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പൗലോസ് യേശുവിനെയാണ് സ്നേഹിച്ചത്, ആ ക്രൂശിനെയാണ് സ്നേഹിച്ചത്. ആമേൻ. കപ്പൽ പ്രമാണിയുടെ മകൻ, ആമേൻ, ഗമാലിയന്റെ കാൽ കീഴിലിരുന്ന് വചനം പഠിച്ചവൻ, ആമേൻ, നമ്മളെക്കാട്ടിൽ എത്രയോ 100 മടങ്ങ് സമ്പന്നനായ ഒരു വ്യക്തി യേശുവിനെ തിരിച്ചറിഞ്ഞ ആ പകൽക്കാലം തൻ്റെതായ ആ ഭൗതിക ജീവിതത്തെ വിട്ടിട്ട് താൻ യേശുവിന് വേണ്ടി യാഗമാകുവാൻ തന്നെ വിട്ടുകൊടുത്തു. അതാണ് തന്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എന്താണ് വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിന്റെ ഏത് ഇഷ്ടങ്ങളാണ് വിട്ടുകൊടുക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിന്റെ ഏത് ഇഷ്ടങ്ങളാണ് ഞാനൊരു ദൈവവേദലായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നത്? കൺമോഹം, ജഡമോഹ ജീവിതത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ളത് ഏതെങ്കിലും ഒന്ന് ഞാനൊരു ദൈവവേദന അരുതേ, വേണ്ട എന്ന് പറഞ്ഞ് നീക്കി വെക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ?
Glory to God. Praise the Lord. പൗലോസ് അവിടെ എല്ലാം തൻ്റെ ആമേൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിച്ചു. Glory to God. Hallelujah. Glory to God. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു കുരുടനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ആ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ്റെ അമ്മയപ്പന്മാരോ നിമിത്തമാണോ, പാപം ചെയ്തത് നിമിത്തമാണോ ഇവൻ ഈ കുരുടനായി പറഞ്ഞത്? യേശുവോടെ പറയുന്നു, ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് നിമിത്തമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ല എൻ്റെ വിഷയം. പക്ഷെ ആ കുരുടനായ മനുഷ്യൻ യേശുവിന് സാക്ഷിയാകുന്നത് ആ അധ്യായത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു അധ്യായം തന്നെ ആ കുരുടനായ വ്യക്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ പലയിടത്തും പലരും വിചാരണ ചെയ്യുക, നീ തന്നെയാണോ അവൻ എന്ന് ചോദിച്ച ആ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ അവൻ പറയുന്നു, ഞാൻ തന്നെ. അവൻ്റെ അമ്മയപ്പന്മാരുടെ അടുക്ക ചെല്ലുമ്പോൾ അമ്മയപ്പന്മാർ പറയുന്നു, പള്ളിപ്രേഷ്ഠരാക്കുമെന്ന് വേണ്ട, അവര് പറയുന്നു അവനോട് ചോദിച്ചുകൊള്ളു. അവൻ പറയുന്നു ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പേടിക്കുകയല്ല ചെയ്തത്, യേശുവിനെ അവിടെ സാക്ഷീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ ഞാനും നിങ്ങളും ക്രിസ്തു ഉള്ളിൽ ഇരുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മറച്ച് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് യേശു കേട്ടു. യേശു അവനോട് പറയുക, ഹല്ലേലൂയ, ആമേൻ. എന്തോ അവിടെ പറയുന്നത്? യേശു അവനെ പുറത്താക്കിയെന്ന് കേട്ടിട്ട് യേശു പറയുന്നത്, ആമേൻ, നീ വിശ്വസിക്കുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അവൻ ആരാണെന്ന് ചോദിക്കുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെ എന്ന് പറയുക. അവിടെ വചനം പറയുന്നു, അവനോട് കമന്ന് വീണു, അവനോട് ബൗ ഡൗൺ ചെയ്തു, അവൻ ദൈവത്തെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരധ്യായം കർത്താവിൻ്റെ സാക്ഷിയായ ഒരു കുരുടനു വേണ്ടി തിരുവചനത്തിൽ എഴുതി വെച്ചെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ആമേൻ, നിന്നെ കുറിച്ച് എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ എന്നെ നിന്നെ കുറിച്ച് എഴുതി വെക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവനാമത്തിൽ ഈ ദൈവത്തിന്റെ രണ്ടുപേരും വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ളവരാ. അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഈ വില മുടക്കി സമയം കൊടുത്ത്, അവരുടെ തൊണ്ട കൊടുത്ത്, ശബ്ദം കൊടുത്ത്, അവരുടെ പൈസ കൊടുത്ത് അവരിവിടെ ചെലവിടുമ്പോൾ ശ്രേഷ്ഠകരമായ ചിലത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ, അവൻ കണക്കിട്ട് ദൂരരട്ടി പ്രതിഫലം തരുന്ന ദൈവമാണ്. അവൻ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. Glory to God. Glory to God. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ ചെലവിടുന്നതും കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇരിക്കുന്നതും ഉപവസിക്കുന്നതും ഒന്നും വൃഥാവല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ മറന്നു പോകും, പക്ഷെ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും അവൻ നമ്മെ മറക്കത്തില്ല. ആരെല്ലാം കരുതാതിരുന്നാലും അവൻ നമ്മെ കരുതുന്ന ദൈവമോ. പ്രൈസ് ദി ലോർഡ്. പെറ്റതള്ള മാറിപ്പോകുമോ? ഇല്ല. ആ പെറ്റതള്ള മാറിപ്പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് ഉണ്ടല്ലോ, പ്രാർത്ഥനാ വീരനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ആ തന്റെ ശുശ്രൂഷയുടെ വിജയ രഹസ്യം പ്രാർത്ഥനയായിരുന്നു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ പറയും, അവിടെ എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനക്കാരിയാണ്, എൻ്റെ ഭർത്താവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ, പറയൂ? ഞങ്ങൾ പാസ്റ്ററുമായിട്ട് കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ദൈവദാസന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അതൊരു വലിയ പ്രാർത്ഥനാ മനുഷ്യനെ, ഒരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ പറയൂ, എൻ്റെ അമ്മ ഒരു പ്രാർത്ഥനക്കാരിയാണ്? ഉണ്ടോ? അങ്ങനെയുള്ളവർ കൈവയ്ക്കുക. കർത്താവെന്ന്
കർത്താവിന്റെ നാമത്തിൽ നിന്ന് ഉയർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ഓരോ സാക്ഷ്യങ്ങൾ നമ്മുടെ വീട്ടിൽ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയത്തില്ല, പക്ഷെ സ്വർഗം അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ അകത്തിരുന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ, നീ അകത്തിരുന്ന് വേദനിക്കുമ്പോൾ, നീ അകത്തിരുന്ന് ചങ്ക തകരുമ്പോൾ നിന്റെ ചുറ്റുപാട് അറിയത്തില്ല, പക്ഷെ സ്വർഗം നിന്നെ കണ്ടോണ്ടിരിക്കുകയോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് മറുപടി വരും, തക്ക സമയത്ത് മറുപടി വരും. അത് മുൻപുമല്ല പിൻപുമല്ല, തക്ക സമയത്ത്. In his time, in his time, in his time നീ ഒരു മറുപടി കാണും. നിന്റെ വീട്ടിനകത്തേക്ക് ചില മറുപടികൾ വരികയോ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില രഹസ്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതില് ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുകയും. ഹല്ലേലൂയ. സഹോദര, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിനകത്ത് വരിക. ചൂടാപാരഭാഷാത്തന. നീ കണ്ണുനീരോടെ ചില ദിനരാത്രങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടാൻ പോകുക, ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടാൻ പോകുക, ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ നടുവില്, ആ പ്രാർത്ഥനയുടെ നടുവില്, ആ കണ്ണുനീരിന്റെ മറുപടിയില് അത്ഭുതം ഹല്ലേലൂയ വെളിപ്പെടുന്നതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിനു മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, നമ്മളോട് ദൈവം സംസാരിക്കുന്നു. ആമേൻ. എന്നോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള വർക്കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിന് ഏത് രീതിയിലും സംസാരിക്കുവാൻ പറ്റും. അവൻ കുറവുകളെ എടുത്തു കാട്ടും. ആമേൻ. അവൻ അനുഗ്രഹത്തെ വിളിച്ചു പറയും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് ഏത് നിലയിലും എന്നോടും നിങ്ങളോട് സംസാരിക്കുവാൻ പറ്റും. ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്തേക്ക് സ്വർഗം ഇറങ്ങി വരിക, ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കേസുകൾ മാറിപ്പോകട്ടെ. കേസുകൾ, 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 കേസുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആഭിചാര മന്ത്രവാദ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ചില കേസുകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അനുകൂലമായി, ആ മക്കൾക്ക് അനുകൂലമായി അതിന്റെ വിധി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 9 വർഷമായി ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരിക്കെതിരായി തൻ്റെ ആങ്ങളെ കേസ് കൊടുത്തു ഇവിടെ നാട്ടില്. ഗ്ലോറി ടു ഗോഡ്. തൻ്റെ വീട് സ്വത്തും ആങ്ങളയ്ക്ക് വേണമെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. പേപ്പറല്ല ഇവിടെ അനുകൂലമാ. സഭ 9 വർഷം പ്രാർത്ഥിച്ചു. 8ാം വർഷം വിധി വന്നു. ഈ മകൾക്ക് അനുകൂലമായി വിധി വന്നു. ഇവളെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവളാ. അവള് ബഹറിനിൽ നിന്ന് നാട്ടി വന്നിരിക്കുക. ഞങ്ങൾ സഭ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 8 വർഷം വാദിച്ചു. 8ാം വർഷം വിധിച്ചു. ഇവക്ക് അനുകൂലമായി വിധിച്ചു. 9ാം വർഷത്തിൽ 2025 ഹൈക്കോടതി പറഞ്ഞു ഈ കേസ് പിരിച്ചുവിട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില പൈശാചിക മേഖലകൾ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന പോരുകൾ ഇന്ന് ഞങ്ങൾ റിലീസ് ചെയ്യുകയാവുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുകയില്ലെന്ന് പറഞ്ഞ് ചില തലമുറകളെ കെട്ടിവെച്ചിരിക്കുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിയുവാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു
God. Glory to God. Hallelujah. Thank you, Lord. Hallelujah. Praise the Lord. Hallelujah. Amen. അപ്പോൾ 2 തെസ്സലോനിക്കർ 3:10 പൗലോസ് പറയുക, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർപ്പാനും നിങ്ങളുടെ മുഖം ഇനി വരുമ്പോൾ കാണുവാനും നിങ്ങളോട് ആയസോടെ നിങ്ങളിരിക്കുന്നത് കാണുവാനും രാവും പകലും ഞങ്ങൾ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുക. ഇന്നുപോലെ അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ സഭയ്ക്കകത്തു നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവദാസനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, ഈ പട്ടണത്തിനു വേണ്ടി, ഈ സഭയ്ക്കു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലോട്ടൊരു വിഷയം കൊണ്ട് കൊടുത്താൽ വിടുതൽ കണ്ടേ എണ്ണീക്കാവും. അതാണ് യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്. ആ പാസ്റ്റർ ഇപ്പോൾ ഒരു വിഷയം പറയാ പ്രാർത്ഥിക്കണമെന്ന്. ആ വിഷയം എങ്ങനെയായി വിടുതൽ കിട്ടിയോ എന്ന് പ്രാർത്ഥിക്കുന്നവർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവർ ചോദിക്കുന്നില്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ മൈൻഡ് ചെയ്തിട്ടേ ഇല്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനാസ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ അതിനു വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കും. നിന്റെ കൂട്ടു സഹോദരങ്ങളുടെ വേദനകൾ അറിയുമ്പോൾ നിന്റെ അകത്തൊരു പ്രസവ വേദന, നിന്റെ അകത്തൊരു പ്രസവ വേദന ഉണ്ടാകണം. എൻ്റെ സഹോദരൻ്റെ, എൻ്റെ സഹോദരിയുടെ വീടിൻ്റെ വിഷയത്തെ, ഭർത്താവിൻ്റെ വിഷയത്തെ, മക്കളുടെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ അതൊരു സാക്ഷ്യമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. Glory to God. Praise the Lord. Hallelujah. കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരുവന് കൊടുത്താൽ അതും സ്വർഗം എഴുതി വെക്കും. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഇന്ന ദിവസം ഇന്ന ടൈമില് നിന്റെ വീട്ടിനകത്ത് വെള്ളമില്ലായിരുന്നു, അപ്പുറത്ത് നിന്ന് ഒരു കുടം വെള്ളം മേടിച്ചോണ്ട് വന്ന് നീ അത് ദൈവനാമത്തിന് കൊടുത്തു. 10 പൈസ നീ ദൈവനാമത്തിന് കൊടുത്തു. ദൈവദാസന്മാരെ ആദരിച്ചു, ദൈവമക്കൾക്ക് കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു, സഭയ്ക്ക് വേണ്ടി നീ ചെലവിട്ടു. ഇത് എഴുതി വെച്ചിരിക്കുക, മറുപടി നിന്റെ വീട്ടിനകത്തു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ മറന്നു കളയുന്ന ദൈവമല്ല. നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അവൻ്റെ മുമ്പിൽ കണക്കുണ്ട്, കണക്കുണ്ട്. നീ എന്ത് ദൈവനാമത്തിനു വേണ്ടി ചെലവിട്ടാലും ആ ദൈവസന്നിധിയിൽ കണക്കുണ്ട്. വൃഥാവാകത്തില്ല. നിന്നെ അവൻ അനുഗ്രഹിക്കും, നിന്റെ ഭവനത്തെ അവൻ അനുഗ്രഹിക്കും. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് ഇന്നും ആൻറ്റിയുടെ പേരും അറിയത്തില്ല, അവരുടെ മുഖവും ഓർമ്മയില്ല. അന്ന് കരഞ്ഞുകൊണ്ട് വന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്യാൻസർ രോഗമാണ്, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ മമ്മി ഇന്ന ദിവസം ഇത്രാം തീയതി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ അന്ന് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മമ്മിയോട് പറയണം, ഞാൻ സൗഖ്യമായെന്ന് മമ്മിയോട് പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. മുട്ടുവിൻ തുറക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 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 സ്തോത്രം. ദൈവം നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ സഭക്കാർ, നമ്മെ കാണുന്നവർ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ എന്ന് പറയുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പതറിപ്പോകുന്നവരല്ല ദൈവമക്കൾ. പ്രതികൂല സാഹചര്യത്തിലും എഴുന്നേറ്റ് നിന്ന് പറയും, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ദൈവമക്കൾ പരാജയങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകരുത്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ഹല്ലേലൂയ. യോശുവയോട് പറയുക, മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശയോട് കൂടെ ഇരുന്ന ദൈവം സഹോദരി നിന്നോട് കൂടെ ഇരിക്കും. സഹോദരൻ നിന്നോട് കൂടെ ഇരിക്കും. ഓ, ജോഷുവയോട് കൂടെ ഇരുന്ന ദൈവം, മോശയോട് കൂടെ ഇരുന്ന ദൈവം, അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം, അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആമേൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം യേശു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങുന്ന വിഷയങ്ങൾ നമുക്കെല്ലാം വരും, പക്ഷേ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ. കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഭർത്താവ് കല്യാണ സമയത്തിന് എഗ്രി ചെയ്യുന്ന സമയത്തിന് കൈ കൊടുത്തിട്ട് പറയും, മരണം വരെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഭാര്യ പറയും. പക്ഷെ ദാമ്പത്യ ജീവിതം കുറച്ചങ്ങോട്ടൊന്ന് പോയി കഴിയുമ്പോൾ വഴിയിൽ ഉപേക്ഷിക്കും. നിങ്ങളല്ല, നമ്മൾ കാണുന്ന സാഹചര്യത്തെയായി പറയുന്നത് ഇല്ലേ? കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, കൂടെ പോകുന്നു, ഇറങ്ങിപ്പോകുന്നു, ആറ്റിച്ചാടുന്നു, നീറ്റിച്ചാടുന്നു. ഓ എൻ്റെ അപ്പ, പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട്, കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങളെ കണ്ട് ഒരു ദൈവ പൈതൽ തളർന്നു പോകരുത്. നിന്റെ കുടുംബം പിടിച്ചു നിർത്തണമെങ്കിൽ പറമേൽ വീട് പണിത മനുഷ്യനോട് കൂടെ നീ കർത്താവാകുന്ന ക്രിസ്തുവാകുന്ന പറമേൽ നിന്റെ ജീവിതം പണിയുവാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബ ജീവിതം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഈ കുടുംബജീവിതമൊക്കെ നിന്നു പോകണമെങ്കിൽ ഇത് ഭയങ്കര പ്രാർത്ഥന ഇതിന്റെ പുറകെ വേണം. ഗ്ലോറി ടു ഗോഡ്. അടിച്ചു പൊളിക്കാമെന്ന് വെച്ചാൽ പൊളിച്ച് പിരിയും നമ്മള്. ഹല്ലേലൂയ. ഇന്നത്തെ യൗവനക്കാരൊക്കെ വിചാരിക്കുന്നത് അടിച്ചു പൊളിച്ചു കൊണ്ട് ജീവിക്കാവുന്ന, പൊളിച്ച് പിരിയുന്നീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പണ്ടൊക്കെയുള്ള അപ്പനമ്മമാർക്ക് 10-12 മക്കളുണ്ടായിരുന്നു. അവർ തന്നെ മക്കളെ വളർത്തി വീട്ടിലെ പണികൾ ചെയ്തു. സന്ധ്യയാകുമ്പോൾ അവർ മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥന കൂടാതെ ഇതൊന്നും നിലനിൽക്കുകയില്ല കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ചിറകില്ലാത്ത പക്ഷി പോലെയാ. പ്രാർത്ഥനയില്ലെങ്കിൽ മേൽക്കൂരയില്ലാത്ത ബിൽഡിംഗ് പോലെയാ. പ്രാർത്ഥനയുണ്ടെങ്കിൽ നിനക്ക് സകലതും കഴിയും. നിന്റെ സാക്ഷ്യം അതാണ്. പ്രാർത്ഥനയാൽ ദൈവം എന്നെ വിടുവിച്ചു. പ്രാർത്ഥനയാൽ എന്റെ കുടുംബത്തിനകത്ത് വിടുതൽ തന്നു. പ്രാർത്ഥനയാൽ എന്റെ സഭ വർദ്ധിച്ചു. ഹല്ലേലൂയ. Glory Jesus. Glory to God. Hallelujah. Thank you Lord. Praise the Lord. Hallelujah. Amen. സ്തോത്രം. Glory. Hallelujah. സ്തോത്രം. ഇപ്പം വീട്ടിനകത്താണ് നമ്മുടെ സാക്ഷ്യം ഉണ്ടാകേണ്ടത്. Glory to God. സദൃശ്യവാക്യം പഠിച്ച നമുക്കവിടെ 31-ാം അധ്യായത്തിൽ നല്ലൊരു സഹോദരിയെ കാണാൻ പറ്റും.
അവൾ അധികാലത്ത് എഴുന്നേക്കും, ബാല്യക്കാർക്ക് ഭക്ഷണം ഉണ്ടാകും, വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കും. അവൾ മെനക്കെട്ട് നടന്ന് അവൾ ജോലി ചെയ്യും, കപ്പൽ വ്യാപാരം ചെയ്യും, ആമേൻ, ബിസിനസ് ചെയ്യും, സകലതും ചെയ്യും. ഹല്ലേലൂയ. ചടഞ്ഞു കൂടി എവിടെ ഇരിക്കല് സഹോദരിമാര്. ഹല്ലേലൂയ. നിങ്ങളുടെ എൻ്റെയും വീടിൻ്റെ നിലനിൽപ്പ് ആമേൻ നടുത്തോട് ഞാനും നിങ്ങളുമാണെന്നും മറന്നു കളയരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സഭയുടെ നടുത്തൂണ് സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇതിനകത്തെ വിടുതല് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇതിനകത്തെ നിങ്ങളുടെ വിടുതല് പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീടിന്റെ വിടുതല് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങൾ ഭവനത്തിനകത്തു നിന്നും ആമേൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തില് നമുക്ക് 2 പേരെ കാണാൻ പറ്റും. നിങ്ങൾ ആരും ഇപ്പം നോക്കണ്ട, ബൈബിൾ എടുക്കണ്ട, ഞാൻ പറയാം. അവിടെ 2 പേരുണ്ട്, അനനിയാസ്, സഫീര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ സാക്ഷ്യം എന്താണെന്നോ, പരിശുദ്ധാത്മാവിനോട് കള്ളത്തരം പറയും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ സാക്ഷിയൊന്നും ആരും ഉണ്ടാക്കിയെടുക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഇവിടെ വന്ന് കള്ളം പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ വീട്ടിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കള്ളം പറയുന്ന പരിപാടി പെന്തക്കോസ്തുകാരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോണം. നമ്മളെല്ലാവരും ഇങ്ങനെ തെക്കോട്ട് പോവുകയാണെങ്കിൽ വടക്കോട്ട് പോവുകയെന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, പറഞ്ഞു പോയ എല്ലാവരോടും പറയും. അതുകൊണ്ടാണ് അല്ലേ? നിന്റെ നാവിനകത്തുനിന്ന് നീ ദൈവത്തെ വിളിക്കുന്നവളാണെങ്കിൽ കള്ളം പറയരുത്. 10 കൽപ്പന സ്വർഗ്ഗം മോശയിൽ കൂടെ കൊടുത്തപ്പോ 1 കൽപ്പന കള്ളം പറയരുത്. ആദ്യമേ പറഞ്ഞില്ലേ, ചില പ്രാർത്ഥനകളുടെ തടസ്സങ്ങൾ വരുവാൻ കാരണം നമ്മൾ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് ആരോടാണേലും എന്തു വിഷയമാണെങ്കിലും കള്ളം പറയരുത്. പരിശുദ്ധാത്മാവിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അനനിയാസ് വന്ന് കള്ളം പറഞ്ഞു, താണ് വീണു പോയി. ഇച്ചിരി കഴിഞ്ഞപ്പം ഭാര്യ ഒരുങ്ങി റെഡിയായി വന്നത് ആരാധിക്കാൻ. ആരാധന നടന്നില്ല, വീണുപോയി, പട്ടുപോയി. നാം തന്നെ നമ്മുടെ കുഴി തോണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. കള്ളം പറയുന്ന നാവുകളെല്ലാം ഇന്ന് പകൽ ശുദ്ധിയുള്ളതാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ശുദ്ധിയുള്ളതാകട്ടെ, ശുദ്ധിയുള്ളതാകട്ടെ, ശുദ്ധിയുള്ളതാകട്ടെ. കർത്താവിനെ ആരാധിക്കുന്ന നാവുകൾ ശുദ്ധിയുള്ളതാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഓ റബശതനാരഗദനാരഗദഗ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവർ 2 പേരും ചേർന്ന് നിന്നു. ഈ വേണ്ടാത്ത കാര്യത്തിന് യോജിക്കാൻ പോകരുത്. തെറ്റാണെങ്കിൽ തെറ്റാന്ന് മനസ്സിലായ തെറ്റെന്ന് പറഞ്ഞോണം കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. തെറ്റെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ചില കാര്യങ്ങൾ നടക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ യോജിക്കാൻ പറ്റാത്താണെങ്കിൽ വെറുതെ കണ്ണടച്ച് യോജിക്കരുത്, പണി കിട്ടും. ഹല്ലേലൂയ. നമുക്ക് ആമേൻ തെറ്റിനെ തെറ്റായി കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചെന്നൊന്നും പറയരുത്. പ്രൈസ് ദി ലോർഡ്. അനന്യാസ് പറഞ്ഞു ഭാര്യയോട് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഭാര്യ പറയണമായിരുന്നു, കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്, വെറുതെ അച്ചായ പണി കിട്ടുമെന്ന് ഇല്ലേ. ഭാര്യ പറഞ്ഞു വെച്ചായിരുന്നു, നമ്മുടെ മക്കൾക്ക് ഇച്ചിരി കൊടുക്കാം. അവിടെ ഇരുന്നു, പക്ഷെ അവര് 2 പേരും പട്ടുപോയി.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു നിസ്സാര കള്ളം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം നമുക്ക് വേണം, ഒരു അധര ശുദ്ധീകരണം നമുക്ക് വേണം. കളവ് പറഞ്ഞ്, പൊട്ടച്ചെല്ല് പറഞ്ഞ്, കളിവാക്ക് പറഞ്ഞ്, എന്തെല്ലോ കേട്ട് TV ഇട്ടു, അതിനകത്തുള്ളതെല്ലാം കണ്ടു കേട്ടു പറഞ്ഞു ചെയ്തു ഇവിടെ വന്ന് കിടന്ന് ആരാധിച്ചാലൊന്നും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങത്തില്ലെന്ന്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ അകത്തിരിക്കുമ്പോൾ നീ വേണ്ടാത്ത വേറിക്കൂത്തുകളിൽ ഇടപെടരുതെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അവരെ കുറിച്ചുള്ള സാക്ഷി എന്താ? ഞങ്ങൾക്ക് ഭയങ്കര യൂണിറ്റി ആയിരുന്നു. വേണ്ടിയ കാര്യത്തിന് യൂണിറ്റി വേണം, വേണ്ടാത്തതിന് യൂണിറ്റി വേണ്ട. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. തെറ്റെന്ന് തോന്നിയാൽ വിട്ടേക്കണം. പറ്റത്തില്ല ചായ, പറ്റത്തില്ല. ഇത് പ്രാർത്ഥിക്കുന്ന ഭവനമാണെന്ന് പറയുന്നു. ബാക്കി ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. നീ പറയാനുള്ളത് പറഞ്ഞാ മതി, നീ ചെയ്യാനുള്ളത് ചെയ്താ മതി, ബാക്കി കർത്താവ് നോക്കിക്കോളും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ഭാര്യ ഭർതൃ ബന്ധത്തിനകത്ത് വിശുദ്ധി വെളിപ്പെടണം. നമ്മുടെ രഹസ്യ ബന്ധങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തോന്നും ആരും അറിയത്തില്ല, ആരും കാണത്തില്ല. പക്ഷേ ഏത് വീട്ടിലും നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഏത് വീട്ടിലും എന്തെങ്കിലും രഹസ്യം ഇതുണ്ടായെങ്കിൽ ഒരു ദിവസം അത് പുറത്തു വരും. പല നാൾ കള്ളന് ഒരു നാളെ പിടിക്കത്തുള്ളൂ. കള്ളൻ 100 ദിവസം മോഷ്ടിച്ചാൽ 100 ദിവസം ഏതെങ്കിലും കള്ളനെ പിടിച്ചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒറ്റപ്പിടുത്തത്തിൽ അറിയാം ഇവൻ ഇന്നലെ ഇത് തന്നെ ചെയ്തവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചവൻ പറഞ്ഞു, ഈ പാപം നീ എത്ര മറച്ചു വെച്ചാലും ക്യാൻസറിന്റെ 4th സ്റ്റേജ് നീ തകരുന്ന സമയത്ത് അത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. 1st, 2nd, 3rd സ്റ്റേജ് ചിലപ്പം വെളിപ്പെട്ടില്ലായിരിക്കും, പക്ഷെ 4th സ്റ്റേജിൽ അത് വെളിപ്പെടും. പാപം അങ്ങനെ വെളിപ്പെടും. നിന്റെ കുടുംബം നീ തകർക്കരുത്. ഗ്ലോറി ടു ഗോഡ്. നിന്റെ മൊബൈൽ വഴി അരുതാത്ത ബന്ധങ്ങൾ നീ കീപ്പ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. നിന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നിനക്ക് നല്ല സാക്ഷ്യമുണ്ടായിരിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയാണോ? ഹല്ലേലൂയ. നമ്മുടെ വീടിനകത്ത് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ടാ അവർ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇതെല്ലാം കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഇതെല്ലാം അവരുടെ കുഞ്ഞു മനസ്സിൽ അവരിങ്ങനെ ഉറപ്പിച്ച് വെക്കും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പം അവര് നമ്മുടെ കൺട്രോളിൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചൊട്ടയിലെ ശീലം ചൊടല വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ നാമാണ് പണിതെടുത്ത് കൊണ്ടുവരേണ്ടത്. യേശു കുരിശുമായിട്ട് പോകുമ്പോൾ സ്ത്രീജനങ്ങൾ നിന്ന് കരഞ്ഞ് യേശുവിനെ നോക്കി. യേശു അവരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെയും, ആരാ കരഞ്ഞവരോട് പറയുക, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുവൻ. ഹല്ലേലൂയ. വലുതായിട്ടല്ല നമ്മൾ അവരെ ഓർത്ത് കരയേണ്ടത്,
അവര് കുഞ്ഞിപ്രായമായിരിക്കുമ്പോൾ തന്നെ കരഞ്ഞു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിൽ അവരെ കരഞ്ഞും പ്രാർത്ഥിച്ചും വളർത്തിക്കൊണ്ടുവന്നാൽ പ്രൈസ് ദി ലോർഡ് അവർ നമുക്ക് അഭിമാനമായി മാറും. ഹല്ലേലൂയ. അവർ മുഖാന്തരം നമ്മൾ ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ക്രിസ്തു അവരുടെ അകത്ത് ഉരുവായിരിക്കുകയാണ്. അവരുടെ അകത്ത് ക്രിസ്തു ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ഈ ലോകത്തിന്റെ പാപങ്ങളിൽ മോഹങ്ങളിൽ കുടുങ്ങി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തു നിന്ന് അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് പുറത്തു വരേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. എത്രയോ ദൈവവേല ചെയ്യുന്നവരുടെ മക്കൾ അവർക്ക് പറയാൻ പറ്റാത്ത സ്റ്റേജുകളിൽ ജീവിക്കുന്നു. നമുക്ക് തെറ്റുപറ്റിപ്പോയി, നമുക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. സത്യം പറയുന്നവരെ ആരും ഗമനിച്ചില്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ചെവി കൊടുത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് പറയാ, നീ ദൈവവചനത്തിന്റെ മുമ്പിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നിന്നോട് സംസാരിക്കുമ്പോൾ നീ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ ഭവനത്തെ പണിയുവാൻ ദൈവസന്നിധിയിൽ നീ സമർപ്പിച്ചു കൊടുക്കുക. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം, സ്തോത്രം. മാറിയേ മതിയാവൂ. ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യമുണ്ടായേ മതിയാവൂ. സുവിശേഷ വേലക്കാർക്കൊരു സാക്ഷ്യമുണ്ടായേ മതിയാവൂ. ഹല്ലേലൂയ. കർത്താവ് 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തു. കർത്താവ് ഈ ലോകത്തെ ഒന്നിനും വേണ്ടിയല്ല ശുശ്രൂഷിച്ചത്. ആമേൻ. പാപികളെ ഹല്ലേലൂയ പിതാവിനോട് അടുപ്പിക്കുകയായിരുന്നു. ഇന്ന് പകൽ നമ്മുടെ വേലകൾ, നമ്മുടെ പ്രസംഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനേകം പാപികളെ കൊണ്ടുവരുന്ന ശുശ്രൂഷയായി മാറട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് നമ്മുടെ വീട്ടിനകത്ത് ഏതെങ്കിലും നിലയിലുള്ള കലഹവും വഴക്കും കോപവും രോക്ഷവും പകയും ഉണ്ടെങ്കിൽ ഈ പകൽ അത് വിട്ടുപേക്ഷിക്കുവാൻ തയ്യാറാവട്ടെ. ഗ്ലോറി ടു ഗോഡ്. ക്ഷമ പറയേണ്ടിയവരോട് ക്ഷമ പറയുവാൻ ഇടയായി തീരട്ടെ. ഗ്ലോറി ടു ഗോഡ്. ക്ഷമ പറയുവാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, 7 അല്ല 70 വട്ടം നീ ക്ഷമിച്ചേ മതിയാവും. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നിനക്ക് മാന്യത ലഭിക്കുന്നത്. അവിടെയാണ് നിനക്ക് കൃപ ലഭിക്കുന്നത്. അവിടെയാണ് നിനക്ക് വിടുതൽ കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. 7 അല്ല 70 വട്ടം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ മരുമക്കളോട് ക്ഷമിക്കണം, എൻ്റെ ഭർത്താവിനോട് ക്ഷമിച്ചേ മതിയാവും. അവിടെയാണ് നീ ഒരു ദൈവ പൈതലാണെന്ന് ഉള്ള സാക്ഷ്യം ഉരുവായി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയാ, കുഞ്ഞേ, ആ വിഷയത്തിന്റെ നടുവിൽ നീ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു എന്ന് നിന്റെ ഉള്ളത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്നെങ്കിൽ ഒരു ഫോൺ വിളിച്ചെങ്കിലും നീ ഇന്ന് പകൽ അവരോട് പറയുക, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്യുവാൻ നാം തയ്യാറായാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നാം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള നല്ല സാക്ഷ്യങ്ങൾ നമ്മളിൽ നിന്ന് കേൾക്കുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുക. നല്ല സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. നാം ആരാധനയ്ക്ക് വന്നു എന്നുള്ളതല്ല, നമ്മുടെ അകത്തെ മനുഷ്യന് മാറ്റം വന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദന വന്നിരിക്കുന്നു, മാറ്റം വന്നിരിക്കുന്നു, രൂപാന്തരം വന്നിരിക്കുന്നു, എൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നിരിക്കുന്നു, എൻ്റെ സംസാര രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ നമ്മെ മുമ്പ് കണ്ടിട്ടുള്ളവർ പറയണം, പ്രൈസ് ദി ലോർഡ്, അവരിൽ എന്തോ മാറ്റം സംഭവിച്ചു. ഇന്നലത്തെ വ്യക്തി അല്ല ഇന്ന് കാണുന്നത്. ഇല്ലേ? അവിടെയാണ് വിജയിച്ചത്. നമ്മുടെ ശുശ്രൂഷകൾ വിജയിച്ചത് അവിടെയാണ്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ കണ്ടിരിക്കുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തൊരു വ്യക്തിയാണ് നോഹ. നോഹയുടെ സാക്ഷ്യം എന്താണ്? അനുസരണത്തിന്റെ സാക്ഷ്യം. ഗ്ലോറി ടു ഗോഡ്. അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുക. ഇന്ന് മാതാപിതാക്കളും മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിനകത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും
സ്വരച്ചേർച്ച ഉണ്ടാകുന്ന അനുസരിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയോട് ദൈവം കൽപ്പിച്ചത് നോഹ അനുസരിച്ചു. ഹല്ലേലൂയ. ആ വലിയ മഹാദുരന്തത്തിൽ 8 പേർ ജീവരക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്നോട് പറഞ്ഞതുപോലെ താൻ ഒരു പെട്ടകം ഉണ്ടാക്കി. അതിനകത്ത് ഹല്ലേലൂയ 8 പേരും കയറി. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കും, ഭർത്താവ് പറഞ്ഞപ്പം ഭാര്യ കൂടെ നിന്നു, മക്കള് പറഞ്ഞപ്പം അവരുടെ ഭാര്യമാരും കൂടെ നിന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു അല്ലേ? എല്ലാവരും ഒരുപോലെ അകത്ത് കയറി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ അറിയാൻ അല്ലേ? ഒരു സഹോദരി രക്ഷിക്കപ്പെട്ട് ഭർത്താവിനോട് രക്ഷിക്കപ്പെട്ട് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നാ വിഘടിപ്പല്ലേ അല്ലേ? കുടുംബമായിട്ടൊക്കെ പലയിടത്തും ചുരുക്കമാണ് സ്നാനപ്പെട്ടേക്കുന്നത്. മിക്ക സ്ഥലത്തും ഒറ്റയ്ക്കൊക്കെയാ, അവർക്ക് പറ്റത്തില്ല. എനിക്ക് പലരെയും അറിയാം, സ്നാനപ്പെടാൻ പലപ്പോഴും തീരുമാനമെടുക്കും, പക്ഷെ സ്നാനത്തിലേക്ക് അവർ ഇറങ്ങത്തില്ല, വാതൊക്കെ നിൽക്കത്തേ ഉള്ളൂ. എല്ലാവരും വരുമ്പോൾ തലയാട്ടിയോ ഓക്കെ ഓക്കെ എന്ന് പറയും. എന്താന്നോ? ചേട്ടൻ. നോഹപ്പച്ചന്റെ ഭാര്യ പറഞ്ഞത് കേട്ടു. 3 ആൺമക്കളായിരുന്നു. അവരുടെ ഭാര്യമാരും അത് കേട്ട് 8 പേരും ആ പെട്ടകത്തിൽ കയറി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പെട്ടകത്തിനകത്ത് കയറുന്നവനൊരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പെട്ടകത്തിനകത്ത് കയറിയവർക്കൊരു വിടുതലായിരുന്നു. ലോകത്തുള്ള സകലതും തകർന്നു പോയിട്ടും പെട്ടകത്തിനകത്ത് കയറിയത് കൊണ്ട് നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇതിനകത്ത് കയറിയ ദൈവമൈതലേ, നിന്റെ കുടുംബത്തിന്റെ രക്ഷ നീയാണ്. ഹല്ലേലൂയ. നീ ആരാധനയ്ക്ക് വന്നതുകൊണ്ട്, നീ പെട്ടകത്തിനകത്ത് കയറിയത് കൊണ്ട്, നീ സന്നിധിയിൽ വന്നതുകൊണ്ട്, നീ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നതുകൊണ്ട് നിന്റെ വീടിന് ഒരു രക്ഷ വന്നിരിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. സകല പൈശാചിക മേഖലകളെയും മാറ്റി നിർത്തിയിട്ട് ആ കർത്താവിന്റെ രക്ഷ നിന്റെ വീടിന് ഹല്ലേലൂയ സംഹാരകൻ കടക്കാതെ ആ കുഞ്ഞാടിന്റെ രക്തം മുദ്രയിട്ടിരിക്കുകയോ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ഇതിനകത്തൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ? കർത്താവ് നിർത്തിയിരിക്കുന്നത്. കാരണം ആമേൻ, പിശാച് നമ്മെ നോക്കി പദ്ധതിയിടും. ആമേൻ. യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ 24 മണിക്കൂറും പക്ഷാപാതം ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് സഹോദരിയുടെ പേരെന്താ? പേര് ലത. ആമേ. ലതയുടെ വിഷയങ്ങള്, ലത ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ, ഈ ക്രൈസ്റ്റ് എന്തുവാ, ക്രൈസ്റ്റ് അംബാസിഡർ, ക്രൈസ്റ്റ് ആർമി ചർച്ചിൽ വരുന്ന ലത കണ്ണുനീരോടെ വന്നിരിക്കുന്നു. പിതാവേ, അവളെ ഓർക്കണമേ, അവളെ ഓർക്കണമേ, അവളുടെ വിഷയത്തോടെ ഇടപെടണമേ. പിതാവിന്റെ പക്കൽ 24 മണിക്കൂറും യേശു പക്ഷാപാതം ചെയ്തുകൊണ്ടിരിക്കുക, യേശു പക്ഷാപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്ത് വന്നതുകൊണ്ട് നീ വെറുതെ ആകത്തില്ല. ഇതിനകത്ത് വന്നതുകൊണ്ട് നിന്റെ ഭാരം ഇറക്കി വെക്കുക. ഹല്ലേലൂയ. ഇതിനകത്ത് ഭാരം ഇറക്കി വെച്ച് നീ ഫ്രീ ആവ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആ ഭാരം ഇവിടെ ഇറക്കി വേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മൾ ഈ കഴുതയെ പോലെ തല താത്തിട്ട് നടക്കുവാൻ ഭാരം കൊണ്ട്, ജീവിത ഭാരം കൊണ്ട് കഴുത നടക്കുന്ന പോലെ തല താത്തിയിട്ട് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇറക്കി വെച്ചോണം, എന്നിട്ട് ചാങ്കു വിരിച്ച് നിന്നോണം. എന്റെ കൂടുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. നീ തല കുനിക്കേണ്ടിയവളല്ല,
നീ തല കുനിക്കേണ്ടിയവനല്ല. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റ് നിന്നോണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഓ ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം. നല്ല സാക്ഷ്യങ്ങൾ ഇതിനകത്തു നിന്ന് കേൾക്കട്ടെ. നല്ല അനുഭവ സാക്ഷ്യങ്ങൾ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ല് ചെത്തി മിനുക്കിയിട്ട് വേണം ആലയം പണിക്ക് കൊണ്ടുവരാൻ. ഇല്ലേ? അങ്ങനെ ഒരു ഭാഗം വായിച്ചിട്ടില്ലേ? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ല് ചെത്തി എടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്ലേ പാസ്റ്റർ? ഹല്ലേലൂയ. വെട്ടുകുഴി വെച്ച് തന്നെ പണി നടക്കണമെന്ന്, എന്നിട്ട് വേണം പണിയുന്നിടത്തോട്ട് കൊണ്ടുവരാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, വെട്ടുകുഴി നമ്മുടെ വീടാണ്. ഇതിനകത്ത് പണിത് തീർക്കേണ്ടി ഇനി എല്ലാം പ്രാർത്ഥനയിൽ പണിത് തീർത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ വീട്ടിനകത്ത് പണി നടന്നിട്ടുണ്ടെങ്കിൽ ആമേ, നമ്മൾ എവിടെ ചെന്നാലും പ്രശ്നക്കാരാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഈ സെരുബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകെട്ടയുണ്ടായിരുന്നു. തൂക്കുകെട്ട അറിയാവോ? അറിയാമല്ലോ. തൂക്കുകെട്ട അറിയാവോ? ഇവിടുത്തെ ഭാഷയാണോ അത്? തൂക്കുകെട്ട തിരുവനന്തപുരം ഭാഷ തൂക്കുകെട്ട എന്നാണോ? സെയിമാ? ഓക്കെ. ഞങ്ങളുടെ നാട്ടിലും അതാ, ചങ്ങനാശ്ശേരി. പ്രൈസ് ദി ലോർഡ്. സെരുബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകെട്ടയുണ്ട്. ഇങ്ങനെ നൂലേലും ഒരു ത്രികോണ എന്തോ സംതിങ് ഇല്ലേ, ഒരു കട്ട വുഡിൻ്റെ ആന്ന് തോന്നുന്നു അല്ലേ? അതെന്തിനാ ഉള്ളത്? ലെവല് നോക്കാൻ. ബിൽഡിങ് പണിയുമ്പോൾ കട്ട വെച്ച് കെട്ടുമ്പോഴേ ഇപ്പോഴീ സ്കെയിലൊക്കെ ഉണ്ട്. ലെവല് നോക്കുന്ന സ്കെയില്. നമ്മുടെ അവിടെയൊക്കെ സ്കെയില്. ഈ കല്ലാശാരിമാര് ഇങ്ങനെ പിടിച്ച് നോക്കൂല്ലേ? ലെവല് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കല്ലാശാരി കെട്ടുന്ന കല്ലിന്റെ ലെവലല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് പിടിച്ചു നോക്കണം ഇടയ്ക്ക്. എൻ്റെ പോക്ക് ശരിയാണോ? എൻ്റെ പ്രാർത്ഥന ശരിയാണോ? എനിക്കൊരു നല്ല സാക്ഷ്യമുണ്ടോ? എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയും? തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് വേണം ഓരോ വിശ്വാസി നടക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കലും ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരു വീട്ടിലെ മീറ്റിങ്ങിൽ ഒരു സഹോദരനെ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കുക. സെരുബാബേലിൻ്റെ കയ്യിൽ തൂക്കുകെട്ട കണ്ട് ദൈവം സന്തോഷിച്ചെന്ന് പറഞ്ഞു. ആ സഹോദരൻ പള്ളിയുടെ കുറ്റവും പറഞ്ഞു വീട്ടിലിരുന്ന് ആരാധിക്കുക, ആരാധനയ്ക്ക് പോകാതെ കണ്ട്. അങ്ങനത്തെ തൂക്കുകെട്ട പിടുത്തമല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാനായിരുന്നു എണീറ്റ് നിൽക്കേണ്ടത് അടുത്ത മെസ്സേജിന്. അപ്പൊ ഞാൻ പറഞ്ഞു, തൂക്കുകെട്ട കയ്യിലിരുന്നാ പോലെ ഇത് ജീവിതത്തെ വെച്ച് നോക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിന്റെ വിടുതലാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. വ്യക്തികൾ നമുക്ക് സത്യത്തിൽ ഒരു മാറ്റം വേണ്ടേ? നമ്മുടെ നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഈക്വൽ ഇതാണ്. അല്ല ഞാൻ തികഞ്ഞിട്ട് നിങ്ങളോട് പറയുകയല്ല. ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ആ തൂക്കുകെട്ട് വെച്ച് നോക്കണം. കർത്താവ്, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസം? എനിക്ക് ഒരു നല്ല സാക്ഷ്യം കേൾപ്പിക്കാൻ പറ്റിയോ എൻ്റെ വീട്ടിനകത്ത്? ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനാ സമയത്ത് കർത്താവിനോട് പറയണം, നിന്റെ പാപം ഏത് കട്ടിൻ ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് പകൽ ആ വ്യത്യാസമാണ് നമുക്ക് വേണ്ടിയത്. ഹല്ലേലൂയ.
ആമേൻ, ആമേൻ. കാലേവിനെ കുറിച്ച് നമ്മൾ പറയുന്നു. കാലേവ്, ആമേൻ, യോശുവയും കാലേവും ഒക്കെയാണ് ഈ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്നത്, ആ ദേശം നമ്മൾ കൈവശമാക്കും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത് ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. കാലേബ് 85-ാം വയസ്സിൽ വന്നിട്ട് പറയുക, മോശ ഉണ്ടായിരുന്നപ്പോഴേ എനിക്ക് ആ മല തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മല ഇഞ്ഞുത്താ, എനിക്ക് ഇന്നും ആരോഗ്യമുണ്ടെന്ന്. വിശ്വാസി, നീ കുഴഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആ മല ഇഞ്ഞുതാ, എനിക്ക് ഇന്നും ആരോഗ്യമുണ്ടെന്ന്. അത് വെടിപ്പാക്കാൻ ഇന്ന് പകൽ വെടിപ്പാക്കുന്ന ഒരു പകലായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. കാടും മേടും പിടിച്ചു കിടക്കുന്ന നിന്റെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകലൊന്ന് ഇറങ്ങി വരട്ടെ. കോപവും രോക്ഷയും പകവും വിദ്വേഷവും പ്രാർത്ഥനയില്ലായ്മയും അഹങ്കാരവും അസൂയയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എന്റെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് ഇറങ്ങി വന്ന് അതൊന്ന് വെടിപ്പാക്കുവാൻ ഇടിയാകട്ടെ എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ചെത്തൽ നടക്കണം, നമ്മുടെ ഉള്ളിൽ ചെത്തൽ നടക്കണം. വെട്ടുകുഴി വെച്ച കല്ലിനെ വെട്ടിച്ചെത്തി വെടിപ്പാക്കി കൊണ്ടുവരണം. പ്രൈസ്. വീടിനകത്തിരുന്ന് ചെത്തി വെടിപ്പാക്കണം ഞാനും നിങ്ങളും. പ്രൈസ്. ഹല്ലേലൂയ. എന്നിട്ട് ആരാധനയ്ക്ക് വന്ന് നിന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ പരിശുദ്ധാത്മാവ് ഇതിനകത്തേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നീ വെടിപ്പാക്കാതെ കണ്ട് നീ ഇതിനകത്ത് വന്ന് എത്ര കൈയടിച്ചാലും നിന്റെ അകത്തേക്ക് ആത്മാവിന്റെ സ്പർശനം ഉണ്ടാവുകയില്ല. ഇന്ന് പകൽ നീ വെടിപ്പാക്കേണ്ട മേഖലകളിൽ ഒന്ന് വെടിപ്പാക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്തൊരു വൃത്തിയാക്കൽ നടക്കണം. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാം, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ ഇന്നൊരു ഫലം, ആമേൻ, അധികം ഫലം കായ്ക്കണം. ഓരോ ദിവസവും നമ്മളിൽ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കായ്ക്കുന്ന ഫലം മറ്റുള്ളവർക്ക് ദോഷമല്ല, അതൊരു ബ്ലെസ്സിംഗ് ആയി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അധികം ഫലം നമ്മൾ ഇന്ന് കായ്ക്കുവാൻ ഇടയായി തീരട്ടെ. ഒരു ചത്തി വെടിപ്പാക്കിയ അനുഭവത്തോടെ ഇന്ന് പകൽ മടങ്ങി പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിനാണ് മാറ്റം സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ വേഷവിധാനങ്ങൾ എത്ര മാറിയാലും പ്രശ്നമില്ല, നമ്മുടെ ഹൃദയത്തിന് വിടുതൽ വേണം. നമ്മുടെ നിരൂപണങ്ങൾക്ക് മാറ്റം വരണം, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം പറയാം, എൻ്റെ ആ സ്വഭാവത്തിനൊരു മാറ്റം വന്നു. ഹല്ലേലൂയ. അമ്മേ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്ന കുറ്റമുണ്ടെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, വചനം കേൾക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ആമേൻ. ഏറ്റവും ലോ ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് മന്ത്രിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമ്മളെ നോക്കി ആരും വിരലിലുണ്ടണ്ട. നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ആ ദൈവം സംസാരിക്കുന്ന ആ ശബ്ദം കേൾക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാം ജഡത്തിന് കീഴ്പ്പെടാതെ ആത്മാവിന് കീഴ്പ്പെടുന്നവരായി തീരുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ, ആമേൻ, വിശുദ്ധിയുള്ള മന്ദിരമായി തീരുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധി ഉണ്ടായിട്ട് നമ്മൾ ആലയത്തിലേക്കൊന്ന് വന്നേ. ഹല്ലേലൂയ. വിശുദ്ധനാം ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അശുദ്ധി ഉള്ളിടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുദ്ധമായതിനകത്തു മാത്രമേ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ പറ്റത്തുള്ളൂ. പുറമേയുള്ള സൗന്ദര്യമല്ല, നിന്റെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യമാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മോശയെക്കുറിച്ച് ആമേൻ. ഹല്ലേലൂയ. മോശ കാലേബിനെ കുറിച്ച് പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 14:9 നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ആമേൻ പറ്റി നിന്നതുകൊണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പറ്റി നിന്നാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നമുക്ക് കാണാൻ പറ്റും. കാലേബിൻ്റെ മകൾ വന്നിട്ട് അപ്പനോട് എനിക്കൊരു അവകാശം കൂടെ വേണമെന്ന് പറഞ്ഞു വാങ്ങിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? യോശുവയുടെ പുസ്തകം വായിച്ചാൽ കാണാം. അക്സ വന്നിട്ട്, അവിടെ ഒരു കൊച്ചിരിപ്പുണ്ട്, അക്സ, കാലേബിൻ്റെ മകൾ അക്സ വന്നിട്ട് കല്യാണം കഴിച്ചു വിട്ടപ്പം തിരിച്ചു വന്നിട്ട് പറയുന്നു, എനിക്ക് ഉറവകളും നീരുറവകളും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൻ യോശുവയുടെ അടുക്ക ചെന്ന് ചോദിച്ചു മേടിച്ചതുപോലെ മകള് വന്നിട്ടൊരവകാശം, എനിക്ക് നീരുറവ കൂടെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പനിൽ നിന്നും മകളിലേക്ക് ചിലത് പുറപ്പെട്ടതുപോലെ, ഹല്ലേലൂയ, ചില നീരുറവകൾ പുറപ്പെട്ടതുപോലെ, ചില അവകാശങ്ങൾ കൈവശമാക്കിയതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതല്, നിന്റെ മേൽ ചില അവകാശങ്ങൾ ഉയരത്തിന്ന് വന്ന് ഭവിക്കുവാൻ ഈ പകലിടയാകട്ടെ എന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാവും. ചില അവകാശങ്ങൾ, ചില നീരുറവകൾ, ചില നന്മകൾ ഇന്ന് പകൽ ഈ ആലയത്തിനകത്തേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് അയക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാവുന്നു. കർത്താവേ, അവിടുന്ന് അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം. കാലേബിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. കാലേബ് യഹോവയോട് പറ്റി നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാലേബ് നേർച്ച നേർന്നു. ആമേ, യുദ്ധം ജയിച്ചു വരുന്നവനെ എൻ്റെ മകളെ കൊടുക്കൂ. പ്രൈസ് ദി ലോർഡ്. കാലേബ് അത് ചെയ്തു. അക്സയെ ജയിച്ചു വന്ന വ്യക്തിക്ക് ആമേൻ ഭർത്താവായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 85 വയസ്സിലും ആരോഗ്യമുള്ളവനായിരുന്നു കാലേബ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ക്ഷീണിതരായ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നമ്മുടെ അവകാശമാണ് ആരോഗ്യം, നമ്മുടെ അവകാശമാണ്. ഇന്ന് പകലെല്ലാ രോഗക്ഷീണ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരോഗ്യം നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. എല്ലാ ജോയിന്റ്സ് പെയിനുകളും മാറട്ടെ, എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. ഇന്ന് പകൽ ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പിൻതലമുറയെ ഒരുക്കി കാലേബ്. അത് കാലേബിന്റെ ഒരു സാക്ഷ്യമാണ്. തൻ്റെ മകനെ അവകാശമാക്കി കൊടുക്കിയ തൻ്റെ മകളെ, ഹല്ലേലൂയ, പിൻതലമുറയെ ഒരുക്കി. ഇന്ന് പകൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറകളെ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന മാതാപിതാക്കളെ കാണുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുവാൻ ഈ പകൽക്കാലം നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ, സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ, സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ നിങ്ങളുടെ തലമുറകളെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ പകൽക്കാലം നേർച്ച നേർന്ന് അത് നിവൃത്തിയാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ പകൽക്കാലം? ഹല്ലേലൂയ, ഗ്ലോറി, താങ്ക് യു ലോർഡ്. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. പറ്റി നിൽക്കുന്നവരായി, ദൈവസന്നിധിയിൽ പറ്റി നിൽക്കുന്നവരായി, ആമേൻ. ഭാരം, പ്രയാസം, വേദനകൾ വരുമ്പോൾ മാറിപ്പോകുന്നവരായിട്ടല്ല, പിറുപിറുക്കുന്നവരായിട്ടല്ല, കർത്താവിനെ കുറ്റം പറയുന്നവരായിട്ടല്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ അത് ക്രിസ്തു നിമിത്തം ചപ്പും ചവറും നേടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആമേൻ. ഈ ദൈവം എത്ര വലിയവൻ, ഈ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ. ഈ സ്നേഹം വിട്ട് നിങ്ങൾ ഓടിപ്പോകരുത്. ഈ ലോകത്തിൽ എവിടെ പോയാലും ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നും നമ്മോട് കൂടെ ഇരിക്കും. ഏത് പരാജയത്തിന്റെ നടുവിലും അവൻ നമ്മോട് കൂടെ ഇറങ്ങി വരും. ഏത് ദുഃഖത്തിന്റെ അവസ്ഥയിലും അവൻ നമ്മോട് കൂടെ ഇറങ്ങി വരും. ഏത് വേദനയുടെ നടുവിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവൻ നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ മഹാ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അവൻ നിവർത്തീകരിക്കും. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിനെ ഒരു നാളും തള്ളിക്കളയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ നുകരുവാൻ ഭാഗ്യം ലഭിച്ചവരായ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠരാണ്. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ഉള്ളം കൈയിൽ, ഈ ഉള്ളം കൈയിൽ അവൻ നമ്മെ പിടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉള്ളം കൈയിലോട്ടൊന്ന് നോക്കിക്കേ. എല്ലാവരും നിങ്ങളുടെ ഉള്ളം കൈയിലോട്ടൊന്ന് നോക്കിക്കേ. എൻ്റെ ഉള്ളം, കർത്താവിൻ്റെ ഉള്ളം കൈയിൽ എന്നെ അവൻ താങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഭാരപ്പെടുന്ന സഹോദരിയെ, കണ്ണുനീരൊഴുക്കുന്ന സഹോദരിയെ, നിന്നെ എൻ്റെ കർത്താവ് അവൻ്റെ ഉള്ളം കൈയിൽ, ആ വിശുദ്ധ കൈകളിൽ താങ്ങിയിരിക്കുക. ഹല്ലേലൂയ. 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 ഇന്ന് പകലപ്പം നമ്മുടെ സാക്ഷ്യം എങ്ങനെയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതിൽ നിന്ന് പദവിയോടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളിലേതെങ്കിലും കുറവുകൾ ഇന്ന് പോലെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തി തന്നെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, നല്ല സാക്ഷ്യത്തിൻ്റെ ഉടമയാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഗ്ലോറി ടു. മോശ വലിയ കോപിഷ്ഠനായിരുന്നു. മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ടിട്ട് ദൈവം എഴുതി കൊടുത്ത കൽപ്പലക എറിഞ്ഞു പൊടിച്ചിട്ട് ഇറങ്ങി വന്ന വ്യക്തിയായിരുന്നു മോശ. പക്ഷേ സ്വർഗം അവനെ കുറിച്ചൊരു സാക്ഷ്യം പറയും. ഭൂതലത്തിലുള്ള എല്ലാവരെക്കാട്ടിലും മോശ അതിസൗമ്യനായി. നിനക്ക് മാറ്റം വേണം. ഇന്നലെ വരെ നീ വേറൊരു വ്യക്തിയായിരിക്കണം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയും, ഒരു മാറ്റം വേണം. എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വേണം. എൻ്റെ രീതികൾക്കൊരു മാറ്റം വേണം. എൻ്റെ സംസാരത്തിനൊരു മാറ്റം വേണം. എൻ്റെ കോപത്തിനൊരു മാറ്റം വേണം. എൻ്റെ അഹങ്കാരത്തിനൊരു മാറ്റം വേണം. എനിക്ക് എളിമത വേണം. എളിമ വേണം. ഏറ്റവും എളിമപ്പെടുവാൻ എന്നെ സഹായിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ കൃപ ലഭിക്കുവാൻ എനിക്കിടയായി. കർത്താവ് സ്വർഗം പറയുക, ദൈവം പറയുക, മോശ അതിസൗമ്യനായി. മോശയുടെ സഹോദരി, മോശ കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തത് കൊണ്ട് പോരെടുത്തോണ്ടിരുന്നു. പോരെ മോശയോട് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ, വേറെ ആരോടും സംസാരിക്കത്തില്ലേ. അത് കണ്ടിട്ട് സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗം പറയുക, എന്റെ ദാസനായ മോശയോ ഈ ഭൂതലത്തിലുള്ള സകലരെക്കാളിലും അതിസൗമ്യനാണ്. ഇന്ന് പകലൊരു മാറ്റം സ്വർഗം എഴുതി കുറിക്കട്ടെ. ഒരു മാറിയ അനുഭവം സ്വർഗം എഴുതി കുറിക്കട്ടെ. ഹല്ലേലൂയ. 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 ഈ ഭൂമിയിലുള്ള വാസം 70 അല്ലെങ്കിൽ 80 അത്രയും വരെ പോകുമോ എന്ന് നമ്മളിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. കഴിഞ്ഞ ഈ ആഴ്ചയിൽ ബഹറിന്റെ ദേശത്ത് 4 ദിവസം കൊണ്ട് 3 പേർ അറ്റാക്കായിട്ട് മരിച്ചു. ചെറുപ്പക്കാരായ മനുഷ്യർ
ഒരു ഗ്യാരണ്ടിയുമില്ല ദൈവവേദലേ. ഇന്ന് ഞാൻ നാളെ നീ, ഒരു ഗ്യാരണ്ടിയുമില്ല. പൂന്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന റോസപ്പൂ പറിക്കുവാൻ യജമാനന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ അവൻ മുറിച്ചെടുക്കുമ്പോൾ എന്റെയും നിന്റെയും അവസ്ഥ എന്താണ്? നീയും ഞാനും ആ നിത്യതയിൽ ചെല്ലുമോ? നിത്യതയിലെ അനുഗ്രഹങ്ങളെ നീ ഇന്ന് പകൽ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യെശയ്യാവ്, ഉസിയാവ് മരിച്ച ആണ്ടിൽ ആ യെശയ്യാവ് കാണുകയാണ്. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് ആമേൻ മുഖം മറച്ച് അവർ പറയുകയാണ്, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. അതുവരെയും സകലരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ്, ആമേൻ, സ്വർഗം വന്നവന്റെ നാവിനെ തിക്കനൽ കൊണ്ട് മുട്ടിച്ചപ്പോൾ അവൻ പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആമേൻ. ഇന്നവൾ നീ ഒരു അരിഷ്ട മനുഷ്യനല്ലേ, ഞാനൊരരിഷ്ട മനുഷ്യനല്ലേ? ഇന്നവൾ പരിശുദ്ധാത്മാവ് നിന്റെ നാവിനെ ഒന്ന് തൊടട്ടെ, നിന്റെ ചിന്തകളെ ഒന്ന് തൊടട്ടെ, നിന്റെ നിലവുകളെ ഒന്ന് തൊടട്ടെ. നീ ഒരു പുതിയ വ്യക്തിയാകുവാൻ സ്വർഗം ആഗ്രഹിക്കുക. ആരുണ്ട് എനിക്ക് വേണ്ടി പോകാൻ? യെശയ്യാവ് വിളിച്ചു പറയുക, ഞാനുണ്ട്, അടിയനുണ്ട്, അടിയനുണ്ട്. ഇന്ന് പകലൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ? എന്റെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പോകുവാൻ ഞാനുണ്ട് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. അതിക്കനലൊന്ന് വന്ന് തൊടുവാൻ നമ്മെ ദൈവകരങ്ങളെ സമർപ്പിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ നിത്യത നഷ്ടപ്പെടരുതേ. എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട്, എൻ്റെ പ്രാർത്ഥനയില്ലാത്ത ജീവിതം കൊണ്ട് കർത്താവേ എൻ്റെ നിത്യത നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയാണത്. ആ നിധി കണ്ടെത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഈ പകൽ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ആ നിധി, ആ നിധി, പൗലോസ് പറഞ്ഞു, അവൻ എൻ്റെ ഉപനിധി, ഉപനിധിയാണ്, എൻ്റെ ഉപനിധിയാണ്. ഇന്ന് പകൽ ആരാധിച്ച ദൈവം, ദൈവത്തെ വിളിച്ച ദൈവമല്ലേ, ഹല്ലേലൂയ. ആ ഉപനിധി നഷ്ടപ്പെടുത്തരുത്, ആ ഉപനിധി നഷ്ടപ്പെടരുത്. ഞാൻ നല്ല ഓട്ടമോടി, എൻ്റെ ഓട്ടം തികച്ചു. എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ കിരീടം എനിക്ക് വേണം. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് വേറൊരാൾ കൊണ്ടുപോകുവാൻ ഇടയാകരുത്. ഇന്ന് പകൽ സമർപ്പിച്ച്, കർത്താവേ, കുറവുകളെ ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. ഇന്ന് പകൽ ഞങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്നപ്പോ, ഇതുവരെയും നല്ലൊരു വിശ്വാസത്തിന്റെ ഉടമയാകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെയും അങ്ങയെ വേണ്ടുമെന്ന് സ്നേഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലപ്പാ. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണം. ആ ജീവകിരീടം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കൽ. കർത്താവേ, ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകരുമാറാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാക്കല്ലേ. ഈ ജീവിതത്തിലെ കർത്താവേ, ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളുടെ, ഭാരങ്ങളുടെ, ദുഃഖങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ എല്ലാ ക്രൈസിസിൻ്റെ നടുവിൽ കൂടി ഞങ്ങൾ ഓടുമ്പോഴും ഞങ്ങളുടെ നിത്യതയെന്ന ലാക്കിലേക്ക് ഓടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവോടുകൂടി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനോട് പറ്റിയിരിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുമാറാക്കണമേ. നല്ല സാക്ഷ്യത്തിൻ്റെ ഉടമകളാക്കി സമൂഹത്തിൻ്റെ, സഭയുടെ, വീടിൻ്റെ നടുവിൽ ഞങ്ങൾ ജോലി നടത്ത്, ഞങ്ങളെ ഏതു മേഖലകളിൽ കടന്നു ചെന്നാലും ഒരു ദൈവ പൈതൽ എന്ന പദവിയോടും അംഗീകാരത്തോടും ആ വിശ്വസ്തയോടും വിശ്വാസത്തോടും ഞങ്ങൾക്ക് നിൽക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ദാസനെ, ദാസിയെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർ ഈ രാജ്യത്ത്, ഈ ദേശത്ത് കർത്താവിനെ അറിയുവാൻ ഇടയാക്കണമേ. കർത്താവ്
കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹം രുചിച്ചറിയുവാൻ ഓരോ വ്യക്തികളെയും അവിടുന്ന് ഇടയാക്കണമേ. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. മനോഭാരത്തോടെ വന്നിരിക്കുന്നവരെ സ്വർഗം ഇന്ന് പകൽ തൊട്ട് അവരുടെ മുറിവുകളെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ശമരിയനായവൻ എണ്ണയും വീഞ്ഞും ഒഴിച്ച് ആ മുറിവ് വെച്ച് കെട്ടിയതുപോലെ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുറിവുകളെ വെച്ച് കെട്ടി പരിശുദ്ധാത്മാവിനെ കൊണ്ട് തൊട്ട് അവരുടെ മുറിവുകളെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കീബോർഡ് വായിച്ച സഹോദരനെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നല്ല സാക്ഷ്യത്തിന്റെ ഉടമകളാകുവാൻ സ്വർഗം സംസാരിച്ചിരിക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അടിയൻ അവസരം തന്ന ദൈവസഭയോടുള്ള നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. പച്ച സകല മഹത്വത്തോടെ നടക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.